വെനസ്വലയെ നടുക്കിയ അതിശക്തമായ ഇരട്ട ഭൂചലനത്തിൽ മരണം 1430. ഇതിന്റെ ഇടയ്ക്ക് ഇന്ത്യ ഒരു സഹായഹസ്തവുമായി വെനസ്വലയിൽ പറന്നെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്. 2 യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യൻ ആർമിയുടെ 41 അംഗ വിദഗ്ധ സംഘം വെനസ്വലയിൽ എത്തുകയും 35 ടൺ ജീവൻ രക്ഷാ മരുന്ന് എത്തിക്കുകയും ചെയ്തു. അവിടെയത്തെ മരണം 1430. ശരിക്കും പറഞ്ഞാൽ വെനസ്വല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇരട്ട ഭൂചലനമാണ് ഒരേ സമയത്ത് നടന്നത്. നമുക്ക് തന്നെ അറിയില്ല എന്താ സംഭവിച്ചത്. പെട്ടെന്നാണ് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എത്തുക എന്നൊന്നും. കാരണം വെനസ്വല നടുങ്ങിയിരിക്കുകയാണ് ആകപ്പാടെ. അതിൻ്റെ ഇടയ്ക്ക് 41 അംഗ വിദഗ്ധ സംഘമാണ് വിമാനത്തിലുള്ളത്. ഇതിൽ 9 മെഡിക്കൽ ഓഫീസർമാരും നേഴ്സുമാരും പാരാമെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടുന്നു. ഇന്ത്യൻ ആർമിയുടെ 60 പാരാഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അംഗങ്ങളും കൂടിയാണ് ഇവരെല്ലാം. വെനസ്വലയിലെ കാരക്കാസിലാണ് ഭൂചലനം നടന്നത്. ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ മെഡിക്കൽ സംഘത്തെ അയച്ചതായി വിദേശകാര്യ മന്ത്രി അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അതായത് നമ്മുടെ ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംഘം വെനസ്വലയിലേക്ക് എത്തിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, യാത്ര തിരിച്ചിട്ടുണ്ട്. 35 ടൺ കണക്കിന് മരുന്നുകൾ അവിടെ എത്തിക്കുകയും ചെയ്തു. കാരണം ഇന്ത്യ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതുപോലെ കൈത്താങ്ങായിട്ടുണ്ട്. തുർക്കിയിൽ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾ കൈത്താങ്ങായിട്ടുണ്ട്. പക്ഷെ തുർക്കിയെല്ലാം നമ്മളെ തിരിഞ്ഞത് കൊത്തുകയാണ് ചെയ്തത്. നമുക്കതെല്ലാം അറിയുന്ന കാര്യമാണ്. സ്പാനിഷ് ഭാഷയിൽ അമിസ്റ്റാഡ് എന്ന് വച്ചു കഴിഞ്ഞാൽ സൗഹൃദം എന്നാണ് അർത്ഥം. അതിൻ്റെ ആ സൗഹൃദം എന്നൊരു വാക്കിൻ്റെ ആ സ്പാനിഷ് വാക്ക് തന്നെ ഉപയോഗിച്ചത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദം ഒന്നും കൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൗത്യത്തിൻ്റെ പേര് അല്ലെങ്കിൽ സംഘത്തിന് ഇറങ്ങിത്തിരിച്ച സംഘങ്ങളുടെ പേര് തന്നെ നമുക്ക് ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന് വളരെ സൗഹൃദപൂർവ്വം ഡോക്ടർ എസ് ജയശങ്കർ കുറിച്ചിട്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഇന്ത്യ മറ്റു രാജ്യങ്ങളായിട്ട് പാലിക്കുന്ന കുറച്ച് നയതന്ത്രപരമായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പശ്ചിമേഷ്യയിലെ യുദ്ധം തീ കൊളുത്തി പിടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇറാന്റെയും കൂടെ നിന്നിട്ടില്ല, അതേപോലെ ഇസ്രയേലിനെയും കൂടെ നിന്നിട്ടില്ല, അമേരിക്കയുടെയും കൂടെ നിന്നിട്ടില്ല. ഇന്ത്യ എടുക്കുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഈ രാഷ്ട്രീയത്തെയാണ് പലരും എതിർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഒരു യുദ്ധം വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ചാൽ മാത്രമാണ് എന്നുള്ള ക്ലീഷേ ഡയലോഗും ക്ലീഷേ ആ ഒരു ചടങ്ങും ആചാരങ്ങളുമെല്ലാം ഇന്ത്യ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് സൗഹൃദം ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു യുദ്ധമുണ്ടായാലും എന്തുണ്ടായാലും ഇന്നൊരാളെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊരു ക്ലീഷേ ഡയലോഗാണ് ഇന്ത്യ ചരിത്രത്തിൽ മാറ്റിക്കുറിച്ചിരിക്കുന്നത്. കാരണം തന്നെ നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ ഒരുപാട് ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രയേലും അമേരിക്കയും കൂടി ഇറാനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യുദ്ധം നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെയും പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രങ്ങളെല്ലാം, അതായത് തീവ്രവാദികളുള്ള കേന്ദ്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാം സ്ഥിരം ഇറാന്റെ വേട്ടമൃഗം ആയിക്കൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അവിടെ മരണത്തിന് ഇടയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെനസ്വലയ്ക്ക് കൈത്താങ്ങായിട്ട് ഇന്ത്യ അവിടേക്ക് പോയിരിക്കുന്നത്. ഇതിനെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് പലരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ശ്രമങ്ങൾ എത്രത്തോളം പരാജയമാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് നോക്കുന്നത്. ഇന്നലെ തന്നെ സോണിയാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും ഇസ്രായേലായിട്ട് അകന്നു പോകുമ്പോൾ ഇന്ത്യ ഇസ്രായേലായിട്ട് ചേർത്ത് പിടിക്കുകയാണെന്നുള്ളത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് വല്ല നാട്ടിലും പോയിട്ട് വല്ല രാജ്യങ്ങളിലും പോയിട്ട് ഒരു ആദരവ് ലഭിച്ചിട്ടുണ്ടോ? അവിടുത്തെ പാർലമെന്ററി അംഗത്തിൽ ഒരാദരവെങ്കിൽ ലഭിച്ചതായിട്ട് നമുക്കറിയുമോ? അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വ്യക്തി. ആ ഒരു വ്യക്തിനെ അവിടെ സ്വീകരിക്കുന്ന രീതിയുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹം കയറി വന്നപ്പോൾ മുതൽ, പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചപ്പോൾ മുതൽ ഇന്ത്യയിൽ വന്ന പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹേറ്റേഴ്സിന് മനസ്സിലാകും. രാഷ്ട്രീയപരമായിട്ട് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടുള്ള വെറുപ്പാണ്, ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള വെറുപ്പാണ് ഇവർക്ക്. പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന വ്യക്തിയോടും അതേ വെറുപ്പ് തന്നെ. കുഞ്ഞുനാളിലെ മുതലേ ആ ഒരു വെറുപ്പ് കൂടി വരുന്നതല്ലാതെ ഇവർക്ക് നരേന്ദ്രമോദിയോട് മാത്രമുള്ള വെറുപ്പൊന്നുമല്ല. നരേന്ദ്രമോദി ഏതാണോ പ്രസ്ഥാനം, BJP, RSS, അതിനോടുള്ള ഒരു വെറുപ്പാണ്. കാരണം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുക്കുന്നതും അതേ രീതിയിലുള്ള രാഷ്ട്രീയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും ഇപ്പോഴും ഇവിടെയുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വീകാര്യമല്ലാത്തത്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും നമ്മളുടെ
പുറം രാജ്യങ്ങളിൽ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെയുള്ളൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയുക്തമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. രാജ്യത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ രാജ്യത്ത് ഒരു യുദ്ധം വരുമ്പോഴാണെങ്കിൽ പോലും അതിനെങ്ങനെ തിരിച്ച് യുദ്ധം വന്നു കഴിഞ്ഞാൽ, അക്രമം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പെഹൽഗാമിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്ത രീതി തന്നെ നോക്കിയാൽ മതി. ഇതുപോലെ പല പല തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്, പക്ഷെ അതെല്ലാം പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞ് നോക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി വെനസ്വലേനെ ഇവരെങ്ങനെയാണ് കാണുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. അന്ന് തുർക്കിക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഭൂജലത്തിൽ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ കൈത്താങ്ങായിട്ട് വെച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് തിരിച്ചടി ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന. തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പാകിസ്ഥാന്റെ ചാര സംഘടനകൾ വരെ തുർക്കിയിൽ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ചില രാജ്യങ്ങൾ എല്ലാം കൂടി ഒരു പന്തിയിലായിട്ട് ഇന്ത്യക്കെതിരെ തിരിയുകയാണ് പതിവ്. ഇപ്പൊ വെനസ്വല എന്ന് പറഞ്ഞ രാജ്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം വെനസ്വലയിലെ അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയതാണ് ട്രംപ്. കാരണം മയക്കുമരുന്ന് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വെനസ്വല എന്നൊരു നഗരം, അത് തന്നെയാണ് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ കാര്യം. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ പൊറുതി മുട്ടിയിരിക്കുന്ന സമയത്തായിരുന്നു ട്രംപ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മോചിപ്പിക്കാൻ പോവുകയാണ്. ഏറ്റവും വലിയ ഉദാഹരണം, വെനസ്വലയുടെ ഏറ്റവും വലിയ നാശനഷ്ടം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പണത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം കൊടുത്ത് പണം മാത്രം അച്ചടിച്ചങ്ങ് ഒരുപാട് അച്ചടിച്ച് വെച്ചു. പക്ഷെ പണം മാത്രം കൊണ്ട് കഴിക്കാൻ പറ്റുമോ, എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? കുമിന് കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ജനാധിപത്യം നമുക്ക് പറയാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമായിരുന്നു. ആധിപത്യം ഇത്ര വർഷത്തിൽ കൂടുതൽ അവിടെ ഭരിച്ചു മുടിച്ച മറ്റൊരു രാജ്യം കൂടിയാണ് വെനസ്വല എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ അതിൽ നിന്ന് കരകയറി വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ നാടിനെ നടുക്കിയ, അതായത് ആ രാജ്യത്തെ തന്നെ നടുക്കിയ, ലോകരാജ്യങ്ങളെ തന്നെ നടുക്കിയ ഒരു സംഭവം ഇവിടെ അരങ്ങേറുന്നത്. 1430 മരണങ്ങളാണ്. ഇന്നലെ തന്നെ നമ്മളൊരു ന്യൂസ് കണ്ടതാണ്, ഒരച്ഛൻ കഴുത്ത് മാത്രം അദ്ദേഹത്തിന് മുകളിലുണ്ട്. അപ്പോൾ അദ്ദേഹം മണ്ണിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. എന്നെ രക്ഷിക്കരുത്, കാരണം എൻ്റെ മക്കൾ മണ്ണിൻ്റെ അടിയിൽ എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്, എനിക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ട, കാരണം എൻ്റെ ഭാര്യയും മക്കളും എല്ലാം മണ്ണിൻ്റെ അടിയിലുണ്ട്, അവർ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു വേദനിപ്പിക്കുന്ന ചിത്രം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ്. ഇപ്പോൾ യുദ്ധം പോലെയല്ല, ഇങ്ങനത്തെ ഓരോ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പോൾ, ഭൂചലനങ്ങൾ വരുമ്പോൾ, സുനാമി വരുമ്പോൾ എല്ലാം ഒരു രാജ്യം പാടെ തകർന്നു പോകും. ഈ സമയത്ത് സഹായിക്കാൻ എടുക്കുന്ന ഒരു മുൻകരുതലാണ് നമ്മളെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഈ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്ന നമ്മളുടെ കേന്ദ്രമന്ത്രി, സ്വീകരിക്കുന്ന നമ്മുടെ കേന്ദ്ര വിദേശ കക്ഷി ഈ ഒരു തീരുമാനം എപ്പോൾ എങ്ങനെ പ്രതിരോധിക്കാനും അതേപോലെ ആർക്ക് എന്ത് സഹായം ചെയ്യണമെന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന നമ്മളുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയും നമ്മളുടെ പ്രധാനമന്ത്രിയെല്ലാം നമ്മൾ വളരെ ആദരപൂർവ്വം സ്മരിക്കുകയാണ്. ഇനിയും ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കാൻ കഴിയട്ടെ. ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇപ്പോഴും തുടരുന്ന ആ സൗഹൃദം എപ്പോഴെപ്പോഴും തുടരാനും സാധിക്കട്ടെ.